സർക്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ, അജേഷ്, അയ്യപ്പൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം ഉം, ഇത് പരിപാടികൾ വരാൻ നേരത്ത് അന്ന് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കാസറ്റ് കൊണ്ടുവരും, ഗൾഫ് പ്രോഗ്രാം. അപ്പോൾ അത് അനന്തുവിൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ 2-3 പേരുടെ വീട്ടിലൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അത് അവരുടെ വീട്ടിൽ പോയി ഇട്ടിട്ട് ഞങ്ങളത് പേപ്പറിൽ എഴുതിയെടുക്കും. മനോജ് ചേട്ടൻ്റെയും അങ്ങനെ അവരുടെയൊക്കെ സ്കിറ്റുകളൊക്കെ എഴുതിയെടുത്തിട്ട് അത് ഞങ്ങളുടേതായ രീതിയിൽ നമ്മളത് സ്കൂൾ ആനിവേഴ്സറിക്കും അവിടെയൊക്കെ ടീച്ചർമാരും കാണും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ചെറുതായതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങി വെക്കുന്നത്. അങ്ങനെ പയ്യെ പയ്യെ ആ ടീമുകൾ, പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഹൈസ്കൂളിലെത്തുന്നു. ഹൈസ്കൂളിലെത്തിയപ്പോൾ അവിടെ എല്ലാ സ്കൂളിലും ഓരോ ടീച്ചർമാരാണ്. ഇപ്പം LP സ്കൂളിലായിരുന്നെങ്കിൽ എനിക്ക് ബിന്ദു ടീച്ചറായിരുന്നു. എല്ലാ സ്കൂളിലും ഒരു ടീച്ചർ കാണും. പിള്ളേർ പാടുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഠിത്തത്തിലേക്കാളും ഇഷ്ടം ഈ പിള്ളേർ ഇതിനോടൊക്കെ ആയിരിക്കും. അപ്പം സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരുടേതായിട്ടുള്ള എന്നെക്കൊണ്ട് മാപ്പിളപ്പാട്ടൊക്കെ ടീച്ചർ തന്നെ എവിടെ നിന്നും എഴുതിച്ച് പാടാക്കുക. എന്നിട്ട് ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ട് മറ്റേ കലോത്സവത്തിനൊക്കെ കൊണ്ട് പഠിപ്പിക്കുക. പ്രൈസ് കിട്ടത്തൊന്നുമില്ല, പക്ഷെ അത് അവർക്കും ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഇവൻ പാടുമോ, അത് ടീച്ചറാണ്, ചില നമ്മുടെ വീട്ടുകാർക്ക് അധികം അറിയത്തില്ല. അങ്ങനെയുള്ളൊരു ബിന്ദു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 10-ലെത്തിയപ്പോഴത്തേക്കിനും അത് പത്മകുമാർ സാറായി. സാറാണ് നമ്മളെ നാടകം സ്കൂളിൽ തന്നെ നാടകങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോഴത്തേനും അതിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ അഭിനയിക്കാൻ ചെറിയ പരിപാടികളൊക്കെ പറ്റുന്നു. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുന്നു. അതാണ് എൻ്റെ ഒരു പരിപാടികൾ തുടങ്ങുന്നത്. മേജർ സാധനം വന്നത് വേനൽ തുമ്പി എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതായത് 10ാം ക്ലാസ്സിൻ്റെ അവധി വരാൻ നേരത്ത് വലിയ അവധി വരുവാണ്. അപ്പം വേനൽ തുമ്പികളെന്ന് പറയും. അപ്പം വേനൽ തുമ്പി എന്ന് പറഞ്ഞൊരു സംഘടന, അങ്ങനെ നാടക ടീമുണ്ട്. അപ്പം നമ്മുടെ ഓരോ ജില്ലകളിലും അവർ ഒരു വാൻ എടുത്തിട്ട് കുറേ നമ്മളെ കുട്ടികളെല്ലാം കൂടെ ഒരിടത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കും നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ. അങ്ങനെ നമ്മൾ തെരുവ് നാടകങ്ങൾ കളിക്കാൻ അതാണ് എൻ്റെ ലൈഫിലെ ഒരു ഇതിനകത്ത് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്ക് തോന്നലുണ്ടാക്കിയത് വേനൽ തുമ്പിയിലുള്ള പരിപാടികളാണ്. ഈ തെരുവ് നാടകം എന്ന് പറയുമ്പോൾ ആക്ച്വലി ക്രൗഡിന്റെ റെസ്പോൺസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതെ, കിട്ടുന്ന മറ്റേ മാഗി പോലാണ്, ഇൻസ്റ്റന്റ് ആണ്. അതായത് നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിയുക, പരിപാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ കളിക്കുന്ന റാൻഡമായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ്, മറ്റേ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ കളിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ കൊച്ചു പിള്ളേർ കളിക്കുന്നു. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ അവരെല്ലാവരും ഓടി വരും, കൈ അടിക്കുക. ചിലരൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കയ്യിൽ 10 രൂപയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കടയിൽ പോയിട്ട് ഐസ്ക്രീം, പിള്ളേർക്കെല്ലാം അവരിലൊന്നും കാണത്തില്ല. എനിക്കിപ്പോഴും ഉണ്ട് ഒരു ഓട്ടോ ചേട്ടൻ പോക്കറ്റിൽ നിന്ന് അന്ന് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് സമയത്ത് പുള്ളി പോയിട്ട് എല്ലാവർക്കും ഐസ്ക്രീം, ബിസ്ക്കറ്റ്, അവരുടെ അന്നത്തെ പൈസ പോലും നോക്കുന്നു, എല്ലാവർക്കും മേടിച്ചില്ല, അവരുടെ ആ സന്തോഷമാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റേ പെട്ടെന്ന് അത് നമ്മളാ നാടകം കളിച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ കിട്ടുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഇടയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു പേടിയൊക്കെ പോകുന്നത് എനിക്ക് തെരുവുനാടകം ചെയ്തത് പിന്നെയാണ്. എല്ലായിടത്തും പോയി ഈ തെരുവാടകം ചെയ്ത് അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ അഭിനയിക്കാൻ എനിക്ക് നടിയാവണം അങ്ങനെയൊന്നും ഇല്ല.